ഹലോ, അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾ ഈ തിക്കും തിരക്കും കൂട്ടിയാണ് എങ്ങോട്ടേ ഈ പോകണമെന്നല്ലേ. സത്യം പറഞ്ഞാൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു പോക്കാണ് കേട്ടോ. അൺഎക്സ്പെക്റ്റഡ് പറയുമ്പോൾ ഇച്ചപ്പനും വളരെയധികം അൺഎക്സ്പെക്റ്റഡ് ആണ്. എന്താണെന്ന് വെച്ചാൽ കുട്ടി അത് ആദ്യം തന്നെ തീരുമാനിച്ചിരുന്നു, പക്ഷേ തീരുമാനിച്ചതിനേക്കാളും കുറച്ച് മുന്നോട്ടായി പോക്കുന്നു മാത്രം കേട്ടോ. അപ്പോൾ എങ്ങോട്ടാ പോകണമെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? ഞങ്ങൾ ഗോവയ്ക്കാണ് പോകുന്നത്. സത്യം പറഞ്ഞാൽ 10 മിനിറ്റ് മുന്നെയാണ് എന്നോട് പറഞ്ഞ് മാറ്റിക്കോ നമുക്ക് പോവാൻ കേട്ടോ. അതിൻ്റെ മുന്നേ ഞാൻ കുറേ വാശി പിടിച്ചായിരുന്നു. എന്താണെന്ന് വെച്ചാൽ തിങ്കളാഴ്ച ആയിരുന്നു പോവാതെ തീരുമാനിച്ചിരുന്നു. അന്ന് എന്നെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അടുത്ത ദിവസം തന്നെ ആയിട്ടോ. പറഞ്ഞതിൻ്റെ അടുത്ത ദിവസം തന്നെ ഒരു പോക്കായി. അപ്പോൾ ഞാൻ കുറേ കരഞ്ഞു കേട്ടോ. അതുകൊണ്ട് തന്നെ പറഞ്ഞ താമസം ഞാൻ പെട്ടിങ് ഇടയ്ക്ക് എടുത്താണ്ട് പോകാൻ തീരുമാനിച്ചിട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് 4:20 ട്രെയിന്. എന്തോ ഭാഗ്യം കൊണ്ട് കിട്ടിയാണ്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ട്രെയിന് കയറിയതും ട്രെയിൻ എടുത്തതും ഒപ്പായിട്ടോ. അപ്പോൾ തിരൂരിൽ നിന്ന് കോഴിക്കോട്ടേക്കും കോഴിക്കോട്ട് നിന്ന് നേരെ ഗോവയ്ക്കുള്ള ട്രെയിനായിട്ടോ ബുക്ക് ചെയ്തിരുന്നത്. സത്യം പറഞ്ഞാൽ ഇത് കറങ്ങാനുള്ള പോക്കല്ല കേട്ടോ. കുട്ടൻ്റെ വർക്കിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നേക്കുന്നത്. കുട്ടൻ്റെ ഫ്രണ്ട്സും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവർക്ക് ഇവിടെ 2 ദിവസത്തെ വർക്കാട്ടോ ഉള്ളത്. അപ്പോൾ നമ്മളൊരു 5:30-6 മണിക്കായപ്പോൾ നേരെ ഗോവ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടോ. അവിടെ നിന്ന് നേരെ കാറ് വിളിച്ചുകൊണ്ട് അവരെന്നെ ആയിട്ട് റൂമൊക്കെ കാണിച്ചെന്ന്. എന്തോ ഒരു ഭാഗ്യം കൊണ്ടാണ് ഞങ്ങൾക്ക് ഈ റൂം കിട്ടിയത്. സത്യം പറഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവ് ആട്ടോ അവിടെ റൂമിനൊക്കെ. ഞങ്ങൾ ആദ്യം അടുത്ത റൂമിന് 1200 സംതിങ് ആണ് കേട്ടോ വന്നത്. റൂമിലെത്തി കിടന്നുറങ്ങി ഒരു 9:30-10 മണിയൊക്കെ ആയപ്പോൾ നീറ്റു കേട്ടോ. എന്നിട്ട് ഞങ്ങൾ ബ്രഷ് ചെയ്തിട്ട് ഇച്ചപ്പന് എന്തെങ്കിലുമൊക്കെ മേടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പുറത്തിറങ്ങി കേട്ടോ. ഇവിടെ ഫുള്ള് ഹിന്ദിയാണ്, പിന്നെ ഇംഗ്ലീഷ് കൊണ്ടേ പിടിച്ചെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നടന്ന് വന്നുകൊണ്ടിരുന്നതാണ് നമ്മളെ കുട്ടിമോനെ. കുട്ടൻ്റെ ഫ്രണ്ടാണ്. അടിപൊളിയായിട്ടോ ആള്. സംസാരിക്കാനൊക്കെ ഭയങ്കര അടിപൊളിയാണ്. നല്ല ഫ്രണ്ട്ലി ആട്ടോ ആള്. അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോവാട്ടോ. കുളിച്ചിട്ടൊന്നുമില്ല, ബ്രഷ് ചെയ്താണ്ട് നേരെ ഇറങ്ങിയതാട്ടോ ആ കോലത്തിൽ തന്നെ. ചവന് മാത്രമാട്ടോ ഞങ്ങൾ ഡ്രസ്സ് മാറ്റി കൊടുത്തത്. അവന് വരുമ്പോൾ വെയിറ്റ് ചെയ്തിട്ടിരുന്നു. അതിൻ്റെ കാര്യത്തിൽ എന്തായാലും തീരുമാനമായിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ നിന്ന റൂം ചീപ്പ് റേറ്റ് ആണെങ്കിലും അടിപൊളിയായിട്ടോ. വൃത്തിൻ്റെ കാര്യത്തിലൊക്കെ നല്ല മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ പുറം ഭാഗത്തൊക്കെ ഒരുപാട് മണി പ്ലാന്റ്സും ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അടിപൊളിയാണ് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ വെജിറ്റേറിയൻ ഹോട്ടലിലാണ് കയറി. ഇഡ്ഡലിയും ആണ് ഞാനും ഇച്ചാപ്പും കഴിച്ചത്. കുട്ടികൾക്ക് ദോശയാണ് കഴിച്ചത് കേട്ടോ. അപ്പം നമ്മൾ ഇച്ചാപ്പൂനെ എടുത്തിട്ടുണ്ട് കേട്ടോ കുട്ടിമോന്. അങ്ങനെ നേരെ ഞങ്ങൾ റൂമിലെത്തി. അവർ ഫ്രഷ് ആയതുകൊണ്ട് നേരെ വർക്കിലോട്ട് ഇറങ്ങി കേട്ടോ. വർക്കിന് പോയി സൈറ്റൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പോയി കേട്ടോ. അങ്ങനെ ഞാൻ ഇച്ചാപ്പ് റൂമിൽ ഒറ്റയ്ക്കായിരുന്നു. ഞങ്ങൾ കുറച്ച് നേരം TV ഒക്കെ കണ്ടിട്ട് വിശന്ന് തുടങ്ങിയപ്പോൾ അങ്ങനെ അടുത്തുള്ള കടയിൽ ഞങ്ങൾ ബർഗർ മേടിക്കാൻ പോയിട്ടോ. അവിടെ കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. പിന്നെ ഹിന്ദിയും കൂടിയാണ്. എന്തോ ഭാഗ്യത്തിനാണ് ഞാൻ ഒപ്പിച്ച് ഈ ബർഗർ എന്ന് പറഞ്ഞു കേട്ടോ. അത് വേറെ എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്, എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. പിന്നെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് റേറ്റും കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് രക്ഷപ്പെട്ടിട്ടാ. അങ്ങനെ ഞാൻ ഇച്ചപ്പം കൂടി ബർഗറും മേടിച്ചാണ് നേരെ റൂമിൽ പോയിട്ടോ. എന്നിട്ട് ബർഗറും കഴിച്ച് കുറച്ച് നേരം TVയും കണ്ടിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്കിയായിട്ട് ഞാൻ വരണതാണ്. ഒരുപാട് പാർട്ടുണ്ട്. അപ്പോൾ ആരും മിസ് ചെയ്യരുത്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.